ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് കടക്കാം. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 18 ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താ? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂ ഓഫ് എ. നമുക്ക് എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂ ഓഫ് എ. അവിടെ എക്ക് പോസിബിൾ ആയ വാല്യൂസിന്റെ സ്മോളസ്റ്റ് പോസിറ്റീവ് വാല്യൂ കാണും അല്ലെ. തന്ന ഇൻഫർമേഷൻ എന്താ? ഫോർ വിച്ച് ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെ. ഇക്വേഷൻ ആരാ? x⁴ മൈനസ് ax² പ്ലസ് 9 = 0. ദ റൂട്ട് ആരാ? റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ. അവിടെ ഇത് ശരിക്കും 4th ഡിഗ്രി പോളിനോമിയൽ അല്ലേ. അവിടെ 4th ഡിഗ്രി പോളിനോമിയൽ അവിടെ 4 റൂട്ട് ഉണ്ടാവില്ലേ. ആ റൂട്ടുകളെ α1 α2 α3 α4 ആണെന്ന് വിചാരിക്കും. α1 α2 α3 α4 അല്ലെ. ഈ 4 എന്താന്ന് പറഞ്ഞത്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്, റിയൽ ആണ് അല്ലെ. ഈ 4 ആൾക്കാർ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്, റിയൽ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിന് x² u എന്ന് കൊടുത്തു വിചാരിക്കും. x² u. അപ്പൊ ഈ ഇക്വേഷൻ ഉണ്ടാവും x⁴ x² സ്ക്വയർ അല്ലേ. x² u ആയതുകൊണ്ട് u² ആവില്ലേ. മൈനസ് a x² u പ്ലസ് 9 എന്താ? 0. അവിടെ എക്സിന് 4 റൂട്ട് ഉണ്ടെങ്കിൽ യുക്ക് 2 റൂട്ട് ഉണ്ടായ പോലെ അല്ലെ. എങ്ങനെയാ? അവിടെ uk സപ്പോസ് x² ഇവിടെ u അല്ലേ അല്ലെ. u എന്ന് പറഞ്ഞാൽ സപ്പോസ് 1ഉം 8ഉം എന്ന് വിചാരിക്കും. വെറുതെ എക്സാമ്പിൾ ആണ് 1 8 എന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ x² എന്തായി? 1 ആയി. x² എന്തായി? 8 ആയി അല്ലെ. അവിടെ x² 1 ആയാലേ x ± √1 അല്ലേ. x² 8 ആ. x എന്താ? ±√8 അല്ലേ. ആ +or-1 ഉണ്ട്, +or-√8 ഉണ്ട് അല്ലെ. അപ്പൊ 4 റൂട്ട് ആയില്ലേ. പറഞ്ഞ് മനസ്സിലായാലും അതായത് യുക്ക് 2 വാല്യൂ ഉണ്ടെങ്കിൽ സപ്പോസ് ഒരു 1ഉം 4 ആണെന്ന് വിചാരിക്കും. x² 1 4 ആ അല്ലെ. അപ്പൊ x എന്താ? +or-1 +or-2 ആ അല്ലെ. അപ്പൊ 4 വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സിന് 4 വാല്യൂ കിട്ടണമെങ്കിൽ യുക്ക് 2 വാല്യൂ കിട്ടിയാൽ മതി അല്ലെ. ആ 2 വാല്യൂ പോസിറ്റീവ് ആണ് കേട്ടോ, നെഗറ്റീവ് ആകാൻ പാടില്ല. കാരണം എന്താ? എക്സിന് 4 വാല്യൂ കിട്ടണമെങ്കിൽ x² പോസിറ്റീവ് ആണ്ടേ. x² എപ്പോഴും പോസിറ്റീവ് അല്ലേ. അപ്പൊ യു എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. അതുപോലെ എന്താണ്? 2 ഡിസ്റ്റിങ് വാല്യൂ ഉണ്ടാവണം അല്ലെ. യുക്ക് എന്താണ്? 2 ഡിസ്റ്റിങ് സൊല്യൂഷൻ ഉണ്ടാവണം, 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ഉണ്ടാവണം അല്ലെ. യുക്ക് 2 വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ x² 2 വാല്യൂ ഉണ്ടാവുള്ളൂ. x² 2 വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എക്സിന് 4 വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സിന് 4 വാല്യൂ ഉണ്ടെങ്കിൽ അതായത് ഇതിന് 4 സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ യുക്ക് 2 സൊല്യൂഷൻ ആവും അല്ലെ. അതുപോലെ 2 ആളെന്താ? പോസിറ്റീവ് ആണ് അല്ലെ. 2 ആളെന്താണ്? പോസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിലേ ഇതിന്റെ റൂട്ട് ആൽഫയും ബീറ്റയും ആയിരിക്കും. ഈ ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആവണ്ടേ അല്ലെ. ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആണെങ്കിലേ ആൽഫ പ്ലസ് ബീറ്റ പോസിറ്റീവ് ആവണ്ടേ അല്ലെ. ഈ ആൽഫ പ്ലസ് ബീറ്റ ആരാ? -b/a അല്ലേ. സോ -b/a പോസിറ്റീവ് ആണ് അല്ലെ. സോ മൈനസ് ബി ആരാ? -a അല്ലേ. /1 എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ a പോസിറ്റീവ് ആണ്ടേ. a പോസിറ്റീവ് ആണ് അല്ലെ. a എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി അതുപോലെ 2 റൂട്ട് ഉണ്ടാവണ്ടേ. 2 റൂട്ട് ഉണ്ടാവണമെങ്കിൽ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണ്ടേ അല്ലെ. ഡിസ്ക്രിമിനന്റ് ആരാ? b² - 4ac അല്ലേ. b² - 4ac പോസിറ്റീവ് ആണ് അല്ലെ. എന്താ b²? b ഇവിടെ -a അല്ലേ. സോ -a സ്ക്വയർ a² ആണ്. -4 × a 1 അല്ലേ. c 9 അല്ലേ. ഇതെന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. സോ a² > 36 അല്ലേ. a² > 36 ആ. പിന്നെ a പോസിറ്റീവ് എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. അങ്ങനെയെങ്കിൽ a പോസിറ്റീവും a² > 36 ആണെങ്കിൽ a > √36 ആയ പോലെ അല്ലെ. അപ്പൊ a > 6 ആണ്. അപ്പൊ എന്താ? 7 ആവും, 8 ആവും, 9 ഒക്കെ ആവാലോ അല്ലെ. അതിൽ ചോദിച്ച മിനിമം വാല്യൂ അല്ലേ. ആ മിനിമം ആരാ? 7 അല്ലേ. a > 6 ആ. അപ്പൊ > 6 ആവുമ്പോൾ 7 ആവും, 8 ആവും, 9ഉം 10 ഒക്കെ ആവാം. പക്ഷെ ചോദിച്ച മിനിമം പോസിബിൾ വാല്യൂ ഓഫ് a ആണ്. അപ്പൊ എന്താ? 7 ആണ്. മിനിമം വാല്യൂ എന്താ? 7 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.